യുവി നമുക്ക് വീഡിയോ എടുക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ 9th month തൊട്ട് ഞാൻ എന്തൊക്കെ ഫുഡാണ് യുവിക്ക് കൊടുത്തു എന്നുള്ളതാണ്. വീഴരുത് യുവി. ഹായ്. ഇന്ന് ഒരു കുട്ടി അതിഥിയും കൂടെ ഉണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ ഇവന് ഹായ് എന്തൊക്കെ ഫുഡാണ് ഞാൻ 9th month തൊട്ട് കൊടുത്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇവനെ ഉറക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഉറങ്ങണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അവനുമായിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നേരത്തെയുള്ള വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അപ് ടു 8 months വരെ എന്തൊക്കെയാണ് ഇവന് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. 9th month ശേഷം കുറച്ച് ഫുഡിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ആശാൻ ഫുഡ് നല്ല ടേസ്റ്റ് നോക്കി കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നും കഴിക്കാതെയായി. ഞാൻ ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ടേസ്റ്റായിട്ട് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ അതിന് അത്ര ടേസ്റ്റ് കാണൂല, സ്വാഭാവികം. പക്ഷെ നമുക്ക് അങ്ങനെ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ സോൾട്ട് കൊടുത്തോ എന്നൊരു ചോദ്യമുണ്ട്. അപ് ടു 1 month വരെ അപ് ടു 1 month വരെ സോൾട്ട് കൊടുക്കരുതെന്നാണ് എവിടെ നോക്കിയാലും എല്ലാ പേരും പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ 9ാം മാസത്തിന് ശേഷം ഇത്തിരി അളവിൽ സോൾട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡിഷ് റെസിപ്പീസ് എന്തൊക്കെ മോഡലാണെന്ന് വെച്ചാൽ ലഞ്ച് നേരത്തെ ഞാൻ വെജിറ്റബിൾസ് ഇങ്ങനെ ദാൾ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇട്ട് അങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഒന്നും അവനത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ തുടങ്ങി. ടൊമാറ്റോ റൈസ്, ഗീ റൈസ്, കേർഡ് റൈസ്. അപ്പോൾ ഈ ടൊമാറ്റോ റൈസ് എവിടെ ഇറങ്ങിപ്പോണു? ഇറങ്ങാൻ പറ്റില്ല. എങ്കിൽ പിന്നെ വീഡിയോ ഇപ്പം നിർത്തിയിട്ട് പിടിച്ച് കിടത്തി ഉറക്കും. അപ്പോൾ ടൊമാറ്റോ റൈസും ലെമൺ റൈസ് അല്ല, സ്വിച്ച് തൊടരുത്. അമ്മ ഒരു സാധനം തരാം, നോക്ക് നടക്കൂല. ജസ്റ്റ് ഒപ്പോ അതിൽ ഫസ്റ്റ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗീ റൈസാണ്. ഗീ റൈസ് നമ്മുടെ ഗീ റൈസ് ഒന്നും അല്ല, ഇവരുടെ ബേബി ഫ്രണ്ട്ലി ഗീ റൈസാണ്. ഒരു പേരിട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഒരു പാനിൽ ഇവന് വേണ്ടിയിട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നെയ്യുണ്ട്. അപ്പോൾ നെയ്യ് ഇവരുടെ ആവശ്യത്തിന് കണക്കായിട്ട് ഒത്തിരി ഒഴിച്ചതിന് ശേഷം കുനുകുനാന്നരിഞ്ഞ് ഒരു ചെറിയ ഉള്ളി അതിലോട്ടിടും. ഇട്ടിട്ട് ഇത്തിരി ഉപ്പ് ചേർക്കും. അങ്ങനെയാണ് ഞാൻ ഉപ്പ് ചേർക്കാൻ തുടങ്ങിയത്. ഉപ്പ് ചേർത്തിട്ട് അതിങ്ങനെ വശക്കിയതിന് ശേഷം അത് ഓഫ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഉണ്ടല്ലോ, അപ്പോൾ ഇവന് ബസ്മതി റൈസ് അതൊന്നുമല്ല, നമ്മുടെ സാധാരണ റെഡ് റൈസ് ഇവിടെ അതാണ് കുക്ക് ചെയ്യാറ്. അപ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് ഇവൻ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നു. തൈര് കഴിക്കും. സോ അപ്പോൾ തൈരും കൂടെ കൊടുക്കുമായിരുന്നു യുവി. അച്ഛൻ വന്നു. ഇത് തരാം. നോക്ക് എൻ്റെ പൊന്നോ, എന്തൊക്കെ ചെയ്തു വെച്ചിങ്ങനെ. കഴിഞ്ഞിട്ട് ഉള്ള സെക്കൻഡ് വൺ വന്നിട്ട് ടൊമാറ്റോ റൈസാണ്. അപ്പോൾ ടൊമാറ്റോ റൈസ് ഇത് തന്നെയാണ്, ഗീ റൈസ് ചെയ്തതുപോലെ തന്നെയാണ്. അതിൽ തക്കാളിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഒത്തിരി ഉപ്പും കൂടെ ചേർക്കും. വശക്കിയതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അതൊരു നല്ല പേസ്റ്റ് പോലെ ആവുമല്ലോ. എന്നിട്ട് അതിലേക്ക് റൈസ് ചേർക്കും. അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ സോൾട്ട് ആഡ് ചെയ്തിരുന്നാൽ ഒട്ടും ടേസ്റ്റ് കാണില്ല യുവി, ടേസ്റ്റ് കാണില്ല. അങ്ങനെയാണ് ഞാൻ പിന്നെ സോൾട്ടൊക്കെ ഇത്തിരി കൊടുക്കും. ലൈറ്റ് അങ്ങനെയാണ് സോൾട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കൂല. അടിയുള്ളൂ. ഇപ്പം അപ്പോ അമ്മൂമ്മ വരുന്നു, പറഞ്ഞു കൊടുക്കാം. ഇത് ശരിയാവൂല. ഫാനോടെ ഫാൻ അടിച്ചു പൊളിക്കോടാ.
ഫാൻ ഓഫ് ചെയ്, ഓഫ് ചെയ്തിട്ട്. അമ്മ വീഡിയോ എടുക്കുകയല്ലേ, നോക്ക്. ഹായ് പറ. ഓഫ് ചെയ്യ്, ഫാന് ഓഫ് ചെയ്. മക്കൾ ഓഫ് ചെയ്. അമ്മയുടെ യുവി. ആ അങ്ങനെ ടൊമാറ്റോ റൈസ് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. അത് പിന്നെ അതുപോലെ തന്നെയാണ് കേർഡ് റൈസ് എന്ന് വെച്ചാൽ തൈര് ചേർക്കുന്നേ. എല്ലാം ഇന്ന് അവൻ പൊളിക്കും. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഇത് പിടിച്ചോ. അങ്ങനെയാണ് ലെമൺ റൈസ്. എന്ത് വാങ്ങിച്ചു കൊടുക്കും. കേർഡ് റൈസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഉച്ചയ്ക്ക് ലഞ്ച് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ആദ്യമൊക്കെ നല്ല രീതിയിൽ ഇവ കഴിക്കുമായിരുന്നു. നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കുമായിരുന്നു. നിന്നോ. ഇഷ്ടപ്പെട്ട് കഴിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 10 മാസം ഒക്കെ ആയപ്പോൾ അതും അവന് മടുക്കാൻ തുടങ്ങി. അപ്പം പിന്നെ കുറച്ച് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഫാമിലി പോട്ട് അതിലേക്ക് ഇവനെ ആക്കാൻ തുടങ്ങി. ഇടയ്ക്ക് കുറച്ച് ദിവസം കഴിക്കാതെയൊക്കെ ഇരിക്കും. കുറച്ച് ദിവസമല്ല, ഇടയ്ക്കൊക്കെ കഴിക്കൂല. ഇപ്പം ഞാൻ പറയുമ്പോൾ കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് കഴിക്കുന്നു, ഇൻസ്റ്റാഗ്രാമിലുള്ള കുഞ്ഞുങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് കഴിക്കും, നമ്മളെ കുട്ടികൾ അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ചോറ് കഴിക്കില്ല എന്നാവുമ്പം ദോശ കൊടുക്കാറുണ്ട്, ദോശ കഴിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഫ്രൂട്ട്സ് കട്ട് ചെയ്തൊക്കെ കൊടുക്കും. ഇപ്പോൾ 1 വയസ്സ് കഴിഞ്ഞു. 1 വയസ്സ് കഴിഞ്ഞ് ഇവൻ അത്യാവശ്യം മിക്ക ഫ്രൂട്ട്സും ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ, പപ്പായ, പാഷൻ ഫ്രൂട്ട്, ചക്ക, മാങ്ങ, ചക്ക, പേരയ്ക്ക, അങ്ങനെ മിക്ക എല്ലാ ഫ്രൂട്ട്സും ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല. എല്ലാം സ്വഭാവം പോലെ ഇരിക്കും. ഇത് കണ്ടില്ല, ഇതാണ് സ്വഭാവം. ഇപ്പം മനസ്സിലായി കാണുമല്ലോ ഞാൻ എന്താണ് വീഡിയോ ഒക്കെ എടുക്കാത്തതെന്ന്. അങ്ങനെ അത് പിന്നെ ഇപ്പോൾ എന്താണ് ചെയ്യാറെന്ന് വെച്ചാൽ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ആഫ്റ്റർ 11 പറയാം, 11 ഫാമിലി നമ്മുടെ വീട്ടിലുണ്ടാക്കില്ലേ, അതിൽ നിന്നൊക്കെയാണ് കൂടുതലും കൊടുക്കാറ്. അമ്മാൻ്റെ കണ്ണാടി ഇവനായിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല, കാരണം അവൻ അങ്ങനെ കഴിക്കാനും താല്പര്യമില്ല. അപ്പോൾ രാവിലെ ദോശ, ഇഡ്ഡലി എന്താണോ നമ്മൾ ഉണ്ടാക്കാറ്, അപ്പം ഏതായാലും അത് എടുക്കും. പിന്നെ വെജിറ്റബിൾസ് ഏതെങ്കിലും കൂടെ എടുത്ത് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ കഴിക്കും, അതും കൂടെ വെച്ചിട്ട് കറി. പിന്നെ ഉച്ചയ്ക്ക് ചോറും തൈരും എന്തെങ്കിലും തോരൻ ഐറ്റംസ് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചാണെങ്കിൽ അവൻ കഴിക്കും. അങ്ങനെയാണ് ഉച്ചയ്ക്ക് കഴിക്കാറ്. അടി ദാ. വൈകുന്നേരം എന്തായാലും ഫ്രൂട്ട്സൊക്കെയാണ് കൊടുക്കാറ്. വേറെ സ്നാക്സ് അങ്ങനത്തെ ഐറ്റങ്ങൾ, ബേക്കറി ഐറ്റംസ് അങ്ങനെയൊന്നും കൊടുക്കാറില്ല, ഒന്നും കൊടുക്കില്ല. ഇപ്പോൾ ഒന്നും കൊടുക്കാതെ ശ്രമിക്കുകയാണ്. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. ഫ്രൂട്ട്സൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കും. സ്ട്രോബെറി, ബ്ലൂബെറി ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സീസണലായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ. വൈകുന്നേരം ഒരു നേരം റാഗി കുറുക്കി കൊടുക്കും. അപ്പോൾ റാഗി ചിലപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ റാഗിയിൽ ഞാൻ നട്ട്സ് പൗഡർ ചേർക്കും, നട്ട്സ് പൗഡർ. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് നട്ട്സ് പൗഡർ ചേർത്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് ചേർക്കാറുണ്ടെന്ന് അറിയണമെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം, ഷോർട്സിലായിരിക്കും ഇടാൻ പോകുന്നത്. അപ്പോൾ നട്ട്സ് പൗഡർ എവിടെ കൂടെയെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇപ്പം രാവിലെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ആ സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറെന്ന് വെച്ചാൽ ഇപ്പം നിർത്താം. സ്മൂത്തി എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കാറെന്ന് വെച്ചാൽ ഹെൽത്ത് മിക്സ് ഉണ്ടല്ലോ, ഹെൽത്ത് മിക്സ്. അയ്യോ കാറ്റില്ല, AC ഇടട്ടാ. AC ഓൺ ചെയ്തിട്ട്. ഹെൽത്ത് മിക്സ് ഇവ എന്ത് ചെയ്തോ എന്തോ.
ഹെൽത്ത് മിക്സ് നേരത്തെ പൊടിച്ചതുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ കുറുക്കി കൊടുക്കാറില്ല. അവൻ്റെ പ്രായം കഴിഞ്ഞല്ലോ, അവനും താല്പര്യമില്ല. അപ്പോൾ അതിനെ കുറുക്കിയതിന് ശേഷം അത് തണുക്കാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ മധുരത്തിനൊന്നും ചേർക്കൂല. എന്നിട്ട് സ്മൂത്തി ആയിട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചെറുപഴം ചേർക്കും. പിന്നെ ഒരു പഴം ചേർക്കും. പഴം അത്ര ഇതായില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഡേറ്റ്സ് ചേർക്കും. നട്ട്സ് പൗഡർ ഇടും. ചിലപ്പോൾ ഈ പഴത്തിന് പോലെ ആപ്പിൾ പീസായിരിക്കും ചേർക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കാറില്ല. ഈശ്വര എൻ്റെ AC നിന്ന് അടിച്ചുകൊണ്ടു. പശുവും പാല് കൊടുത്തു തുടങ്ങിയില്ല. അപ്പോൾ പശുവും പാല് കൊടുത്തു തുടങ്ങിയ കുട്ടികൾക്കാണെങ്കിൽ ഈ സ്മൂത്തിയിൽ പാല് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവന് ഇതുവരെ പാല് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതും അവന് ആദ്യമെല്ലാം ഇഷ്ടപ്പെടും. കുറച്ച് ദിവസം ഭയങ്കര ഇൻട്രസ്റ്റോടെ കഴിക്കും. അത് കഴിയുമ്പോൾ ബോറടിക്കും. ഇവനെ ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ വളർത്താൻ പോകണമെന്ന് അറിയില്ല. കാരണം വെറൈറ്റിയുടെ ആളാണ്. എന്നും ഞാനിങ്ങനെ വെറൈറ്റി ഉണ്ടാക്കി കൊടുത്തിട്ടിരിക്കുമെന്നാണ് ആശാൻ്റെ ഉദ്ദേശം. ഞാൻ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി തരും കുറച്ചുകൂടെ കഴിയിട്ട്. അപ്പോൾ അങ്ങനെ സ്മൂത്തീസൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവൻ്റെ കാര്യം ഇനി ഫുഡ് ചാർട്ട് എന്ന് പറയാനായിട്ട് ഇല്ല. കാരണം നമ്മുടെ ഫുഡിലേക്ക് അവനെ കൊണ്ടുവന്നിട്ടുണ്ട്. വൈകുന്നേരം റാഗി നല്ലതായതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ദോശ കൊടുത്താലും ചിലപ്പോൾ അവൻ കഴിക്കും. മുട്ട എന്നും കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ടൈം, ഒന്ന് രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ആണ്. ഹാർഡ് ബോയിൽ ചെയ്ത ഒരു എഗ്ഗ് കൊടുക്കാറുണ്ട്. അതിൽ വൈറ്റ് പാർട്ടാണ് കൂടുതൽ അവൻ കഴിക്കാറ്. യെല്ലോ അവന് താല്പര്യമില്ല. അപ്പോൾ മുട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കൊടുക്കും. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഇപ്പോഴുള്ള 9 മാസത്തിന് ശേഷം ചേഞ്ചസ് വരുത്തിയ അവൻ്റെ രീതി. അപ്പോൾ ഇപ്പം സ്പൈസസ് ആയിട്ടൊക്കെ കുറച്ചൊക്കെ കൊടുത്തു തുടങ്ങി. വാക്സിനേഷന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ എരിവൊക്കെ ഇനി കൊടുക്കാമെന്ന്. അങ്ങോട്ട് പോകണ്ട പുത്ര, ഞാൻ വിടില്ല. അമ്മയെ നോക്ക്. അയ്യേതോ ഇത് കേട്ടാ, മുകളിൽ നോക്ക്. അപ്പോൾ ഇതാണ് ഇവൻ്റെ ഫുഡ് ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാൻ ഫുഡ് ചാർട്ടായിട്ട് വീഡിയോ ഇടുന്നില്ല. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്ന് ഫോളോ ചെയ്യണം. 6th മന്തിന് ശേഷം നല്ലൊരു ഇതായിട്ടാണ് തോന്നിയത്. കാരണം ഇവന് നമ്മുടെ ഫുഡ് ഹാർഡായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഫുഡെല്ലാം ഇവൻ കഴിക്കുന്നുണ്ട്. ദോശ, ചപ്പാത്തി അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആ ഒരു ശൈലി അവന് കൊണ്ടുവന്നത് കൊണ്ടാണ്. കഴിക്കാനൊക്കെ ആ ഒരു ചവച്ച് കഴിക്കാനായിട്ട് അവൻ തനിയെ പഠിച്ചതല്ല, പഠിപ്പിച്ചെടുത്തത് കൊണ്ടാണ്. സോ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത് നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ചില ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല. അത് എന്നും കഴിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് ഓക്കെ ആണ്. ചിലപ്പോൾ നല്ല സ്വഭാവമല്ല. സോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെച്ചിട്ട് ഇനി ഞാൻ വീഡിയോ എടുക്കില്ല. താല്പര്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. ന്യൂ മോം ടിപ്സ് എല്ലാ വീഡിയോസും ഉണ്ട്. ചെറുക്കനാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫുഡ് റൊട്ടീൻ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇവ? അപ്പോൾ 9th മന്തിന് ശേഷം സോൾട്ട് കൊടുത്തു അത് ഓരോ ഗതികേട് കൊണ്ടാണ്. കഴിക്കാതിരുന്നാൽ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് ഇത്തിരി ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്ത് നമുക്ക് കഴിക്കുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ. ഇനി പുതിയ റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ ബബ എന്ന് പറയാതെ റെസിപ്പി ആയിട്ട് കാണിക്കാം. മെസ്സിനായിട്ടോ എന്തെങ്കിലും ഇവന് വേണ്ടി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വീഡിയോ ആയിട്ട് ഇടാമേ. അല്ലാതെ ഇനി അങ്ങോട്ട് എന്തായാലും ഇവൻ ഞങ്ങളുടെ രീതിയിലുള്ള ഫുഡ് സ്റ്റൈലിലായിരിക്കും കഴിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ അവൻ ഞങ്ങളെ മാറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ മിക്കവാറും ഇവൻ നമ്മളെ മാറ്റാനേ ചാൻസ് ഉള്ളൂ. യുവി ടാറ്റ പറ. ടാറ്റാ, see you. ഉമ്മ ടാറ്റ. ഉമ്മ കൊടുക്കൂലേ? എങ്ങനെ? അയ്യോ എൻ്റെ അമ്മേ, എങ്ങനെയോ എടുത്തേ തീർത്തു എൻ്റെ മുടി.